അല്ലേ? ഓക്കെ. നമ്മൾ ബോബിനിൽ നൂലിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ സാധനം ഇങ്ങനെ വെക്കുക. ബോബിൻ നമ്മൾ ഇതിലിങ്ങനെ വെച്ച് നമ്മൾ കൈ കൊണ്ട് പിടിക്കാതൊക്കെ ജസ്റ്റ് ഇതിനെങ്ങനെ ഹൂക്ക് ചെയ്യുക. അത് ഈ ബോബിനിൽ കുറച്ച് നൂലിങ്ങനെ ചുറ്റി വെക്കുക. നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് നീക്കേണ്ടത്. ഇതിൻ്റെ ഫുട് പെഡൽ ചൂട്ടുമ്പോഴാണ് മിഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ അത് മിഷനും വർക്ക് ചെയ്യേണ്ട ബോബിനും കറങ്ങണം. അപ്പോൾ മിഷൻ വർക്ക് ചെയ്യാതെ ബോബിൻ മാത്രം കറങ്ങണമെങ്കിൽ ഇതിൻ്റെ വീല് ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചാൽ മതി. ഇങ്ങോട്ട് പുൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ കറങ്ങുള്ളൂ. പിന്നെ ഇത് ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് സ്റ്റോപ്പ് ആവും ചെയ്യും കേട്ടോ. ഈ മിഷൻ വർക്ക് ചെയ്യണം. നമുക്കിത് ഇടതുഭാഗത്തേക്ക് നീക്കുക, വീല് ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക. ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അല്ലേ? ഇതിൽ നമ്മൾ ബോബിൻ കേസ് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാ മിഷൻ്റെ ബോബിൻ കേസ് ഇതിന് പറ്റില്ല. കുറച്ച് കട്ടിങ്ങുള്ള ടൈപ്പ് ബോബിൻ കേസാണ് ഉപയോഗിക്കുക. ബോബിനും അതേമാതിരി ഗ്ലാസ് ടൈപ്പ് ബോബിനാണ് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെക്കുക. നമ്മൾ സാധാ ചെയ്യുന്ന മാതിരി തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ മിഷൻ്റെ ഇത് പൊന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കട്ടിങ് കണ്ടില്ലേ? നമ്മൾ ഈ ബോബിന് ഈ കട്ടിങ്ങിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അമർത്തി കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂല് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ഇതിൽ നൂല് കോർക്കണമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഇവിടുന്ന് താഴോട്ട് ഏറോ മാർക്ക് കാണാം. ഇവിടുന്ന് മേലോട്ട് യു ആയിട്ട് ഏറോ മാർക്ക് കാണാം. ഈ വീല് തിരിച്ചൊരു ഹൂക്ക് വരുന്നുണ്ടല്ലോ നിങ്ങൾ, ഇതിൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കൊടുക്കുക. ഇത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റ് ഇതിലെ വന്ന് ഇവിടെ താഴോട്ട് ഇങ്ങനെ വന്ന് ഇവിടെ മേലോട്ട് വന്ന് ചിലപ്പോൾ ഈ വീല് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് കാണൂല. നമ്മൾ വീല് തിരിച്ചൊരു ഹൂക്ക് ഇങ്ങനെ കാണാം. താഴോട്ട് വന്നിട്ട് ഇങ്ങനെ നമ്മൾ വീല് ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു ഹൂക്ക് വരുന്നുണ്ടല്ലേ? ഇത് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കുടിക്കാൻ മതി. ഫസ്റ്റ് ഇങ്ങനെ വന്ന് ഇതിലെങ്ങനെ എടുത്ത് ഇതിനെങ്ങനെ ചുറ്റി ഇങ്ങോട്ട് എടുക്കുക. പിന്നെ സൂചി നമ്മളിത് മുമ്പ് കൂടിയാണ് കോർക്കുന്നത് കേട്ടോ. സാധാരണ മിഷൻ നമ്മൾ സൈഡിൽ കൂടിയാണ് കോർക്കുക. ഇത് മാത്രം നമ്മൾ മുമ്പ് കൂടിയാണ് കോർക്കുക. ഒന്നെങ്കിലും നമുക്ക് മാനുവലായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കോർക്കുക. അതിൽ പിന്നെ ഓട്ടോ ത്രെഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സൂചി ഓട്ടോമാറ്റിക് നൂല് കോർക്കാനുള്ള സംവിധാനം. നമ്മൾ സൂചി താന്നിട്ട് മാക്സിമം ഉള്ള പൊസിഷനിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിവർ കാണാം. ഈ ലിവർ ഇങ്ങനെ താത്തി കഴിഞ്ഞിട്ട് ഒരു കമ്പി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ട് പോരും. നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കുടിക്കുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നൂല് കോർക്കൽ കഴിഞ്ഞ്. കാഴ്ചക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നൂല് കോർക്കാനുള്ള സംവിധാനമായി. ഇതേമാതിരി ഇങ്ങനെ സിമ്പിളായിട്ട് നൂല് കോർക്കുക. ഈ സാധനത്തിന് മാത്രം ഗ്യാരണ്ടി ഇല്ല. നമ്മൾ കറക്റ്റ് ചെയ്യാതെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഒന്നും കൂടി കാണിച്ചു തരാം. നമുക്ക് ത്രെഡിങ് ഒന്നും കൂടി ഇതാ കാണിക്കാം. ഫസ്റ്റ് നമ്മളിത് ഏറോ മാർക്ക് ഇതിലെടുത്ത് ഇവിടുന്ന് താഴോട്ട് ഏറോ മാർക്ക്, ഇവിടുന്ന് മേലോട്ട് ഏറോ മാർക്ക്. ഈ വീല് ഇങ്ങനെ തിരിച്ചൊരു ഹൂക്ക് വരുന്നതാണല്ലേ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ എടുക്കുക. സൂചി നമ്മൾ മുമ്പ് കൂടിയാണ് കോർക്കേണ്ടത്. ഇതിൽ ഓട്ടോ ത്രെഡിങ് ഇങ്ങനെ കോർക്കട്ടോ. നമ്മൾ സാധാരണ കോർക്കുന്ന മാതിരി ഓട്ടോ ത്രെഡിങ് എന്ന് പറയുമ്പോൾ സൂചി പൊന്തി ഇനി താവാനില്ല, മാക്സിമം പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ലിവർ കണ്ടില്ലേ? ഇത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ താത്തി ഒരു കമ്പിനുള്ളിൽ കൂടെ പോരും. നമ്മൾ ഈ ഹൂക്കിൻ്റെ മുകളിലും കൊടുക്കുക, ഈ വെള്ളേൻ്റെ മുകളിലും കൊടുക്കുക. പിന്നെ മെല്ലെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ നൂല് കോർക്കൽ കഴിഞ്ഞു. സിമ്പിളാണ്. ഇവിടെ കട്ട് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വീല് ഇങ്ങനെ തിരിച്ചിട്ട് മേലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അടിയത്തെ നൂലും കൂടെ മേലോട്ട് വരും. ഈ രണ്ട് നൂലും കൂടി ഒരേ ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. അത് നമ്മൾ ബോബിൻ ചുറ്റുമ്പോൾ മാത്രം ചെയ്താൽ മതി. നമ്മളിതിൻ്റെ ഒരു ഇതുണ്ടാവും, ടേബിളിൻ്റെ കവർ. ഇത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ഇതിൽ എ മുതലേക്ക് ജി വരെ ആൽഫബറ്റ് ഉണ്ട്. ഏത് ഡിസൈനാണ് വേണ്ടത് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കുറേ ഡിസൈനും കാണിക്കുന്നില്ലേ? ആ ഇത് അതേമാതിരി തന്നെ വെക്കുന്നത്. റെഡ് കളറുള്ള ഭാഗം ഫ്രണ്ട് സൈഡിലേക്ക് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ബട്ടൺസിൻ്റെ ഹോള് വേണമെന്നുള്ളത് നോക്കി. ഇതാണ് അളവ് വരിക. എത്ര വേണം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. ഈ അളവ് ഇത് ബട്ടൺസിൻ്റെ ചിഹ്നത്തിന് നേരെ വെച്ച് കൊടുക്കുക. ഹോൾസിൻ്റെ ചിഹ്നത്തിന് നേരെ വെച്ച് കൊടുക്കുക. 4 സ്റ്റെപ്പായിട്ടാണ് ബട്ടൺ ഹോൾ വരിക. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുക. ഇവിടെ ഇങ്ങനെ വന്ന് രണ്ട് അടിഭാഗത്തേക്ക് അടിഭാഗം ഫില്ലാവും. സൂചി പൊക്കിയതിന് ശേഷം മൂന്നാമത്തെ ഇതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ ഭാഗത്തേക്ക് വരാം. ഇതിങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. മോൾ ഭാഗത്തും അടിഭാഗത്തും മാത്രം നമ്മൾ ഓവർ അടിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഇപ്പോൾ ഒരു ബട്ടൺസിൻ്റെ കട്ടിങ് ഇതായി വന്നിട്ടുണ്ട്. ഓ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങനെ ഒരു കട്ടർ ഇത് വരുന്നുണ്ട്. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ സിമ്പിളായതുകൊണ്ട് ബട്ടൺസിൻ്റെ ഹോളായി. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന സിബ് അടിക്കുന്നത് കാണിച്ചു തരാം. സാധാരണ മെഷീനിൽ സിബ് അടിക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വരുന്നത്. ഇത് നമ്മൾ സ്ലിബിന് ചെറിയ സ്ലോട്ട് വരുന്നുണ്ട്. സ്ലിബ് അടിക്കാനുള്ളതിൻ്റെ ഇപ്പോൾ നമ്മൾ സിബിൻ്റെ റണ്ണറാണ് ഇതെങ്കിൽ നമുക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. സാധാ സ്റ്റിച്ചാണ് നമ്മൾ സിബ് അടിക്കുമ്പോൾ ഉപയോഗിക്കുക. ഇത്രയും അടുപ്പിച്ച് നമുക്ക് ഇത് ചെയ്യാം. മറ്റേ സാധാരണ സിബ് അടിക്കുന്ന ഫൂട്ടിൽ നമുക്ക് ഇത്ര അടുപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. സാധാരണ കോമൺ ആയിട്ട് എല്ലാം ഉപയോഗിക്കുന്ന ഫൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫൂട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ ഇതിലിപ്പോൾ എംബ്രോയ്ഡറി ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. എംബ്രോയ്ഡറി റിങ് വെച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ? എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് 0 ആക്കി വെക്കുക. സ്റ്റിച്ചിൻ്റെ സെലക്ടർ നമ്മൾ സി എന്ന ഓപ്ഷനിൽ വെച്ച് കൊടുക്കുക. കാണിച്ചു തരാം. സി എന്ന ഓപ്ഷനിൽ
നമുക്കിതിന് എംബ്രോയ്ഡറി ചെയ്യുകയാണെങ്കിൽ നമുക്കിത് തുണി ആദ്യം ക്ലോത്ത് കറക്റ്റ് ടൈറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ സീറോയിൽ വെക്കുക, അത് ലെങ്ത്ത് ഇതിൽ വെക്കുക. നമ്മൾ സൂചി ഇങ്ങനെ പൊന്തിച്ചതിന് ശേഷം അത് കുറച്ചും കൂടി പൊന്തും കേട്ടോ, ലിഫ്റ്റർ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഈ സാധനം ഉള്ളിലേ ആക്കി വെക്കാം. എന്നിട്ട് അതിങ്ങനെ താത്തി വെക്കാം. ഇത് നമ്മൾ ചെയ്യാം. അതേമാതിരി നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ഏതാ ഡിസൈനോ കാര്യങ്ങളോ എന്താ വേണ്ടത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ആ സി ആണ് വെക്കണം, പിന്നെ അതനുസരിച്ച് നമ്മളെ നമ്മൾ വരച്ചിട്ട് അതിനനുസരിച്ച് കൊണ്ട് ഇതാണ്. ഇതിപ്പോൾ നമുക്ക് ഇതേമാതിരി ഇപ്പോൾ നിങ്ങൾ ഫ്ലവറോ കാര്യങ്ങളോ വരയ്ക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് അതിൽ വരുന്നത്. സിമ്പിളായിട്ട് വെച്ച് ചെയ്യാം.